ആ കാലഘട്ടങ്ങളില് ഞാൻ ഇരിക്കുന്നതിന്റെ നേരെ പിന്നിൽ അതിന്റെ കുറച്ചടുത്താണ് മമ്മൂട്ടിയാച്ചി ഇരിക്കുന്നത്. ഞാൻ പുറത്തുനിന്നോണ്ട് പോയിട്ട് വന്നുടനെ പിന്നെ ഞാനൊരു വിളി ഇട്ടിട്ട് അലിയെ നോക്കുമ്പോ മമ്മൂട്ടിയാച്ചിയാണ്. മൂപ്പരെ മുഖത്തിങ്ങനെ നോക്കുമ്പോഴേ ശരിക്കും ഒരു 14,000 രൂപ വെച്ചൊരു സന്തോഷം. ഞാൻ ചോദിച്ചു, എന്താ ചേരെ അന്റെ ഗുസ്തിക്കാരൻ നമ്മള് ശരിയാക്കിയിടാവുന്നതാ. ഞാൻ വിചാരിച്ചു എന്താ നിങ്ങൾ ഈ പറയണത്, എന്താ കടലാസ് പറഞ്ഞിട്ടാണ് കാണിച്ചു വേണം. സിറാജുദ്ദീൻ പോകുന്ന ആ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു സംഗതി സ്വന്തം നെഞ്ചിലേറ്റിക്കൊണ്ടോ അദ്ദേഹം അതിന്റെ പിന്നാലെ വളരെയധികം പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എന്നുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ തരപ്പെടുത്താൻ കഴിഞ്ഞത്. ഇതേ മാതിരി ആയിരിക്കണം ഒരു MLA. മമ്മൂട്ടിയാച്ചിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പ്രശംസിക്കുകയല്ല, ഇതേ മാതിരി ആയിരിക്കണം ഒരു MLA. നമുക്കൊക്കെ അറിയാലോ, ഞാനും ഷരീഫും പിന്നെ ഒക്കെയുള്ള അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന ആ ഈ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ന്യായമായ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധി MLA എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ശരിയാക്കിയുള്ളത് എനിക്കറിയാം. ഇതായിരിക്കണം നമ്മളെ ഈ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ജനപ്രതിനിധികളെ എന്നുള്ളത് കാണിച്ചെന്ന് മമ്മൂട്ടി. ഇത്രയും നോട്ടം വരുന്നതാണ്, അത് ഈ പാർട്ടിയുടെ ഗുണമാണ്. സ്വാഭാവികമായിട്ടും ഒരു സംശയമില്ല, അദ്ദേഹം പിന്നെ വളരെ നല്ല സന്തോഷത്തോടു കൂടി പോയി വരട്ടെ. ഈ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നല്ല വിജയമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വന്ന് നമ്മളെ കൂടെ ഈ നാടിന്റെ പിന്നെ നന്മയ്ക്ക് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ഇവിടെ പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പടച്ചവൻ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.